വ്യവഹാരം കോടതി മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായം പറഞ്ഞു തീർക്കുകയായിരുന്നു. അതിനകത്ത് ഡിസിപ്ലിൻ, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും പ്രത്യേകിച്ച് കോടതി നടപ്പുള്ളവർ ആ ദുഷ്ടനെ നീക്കിക്കളവാനും ഒക്കെയുള്ള ആഹ്വാനമായിട്ടാണ് അത് അവസാനിച്ചത്. ഇനിയും 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ കോടതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാനത് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിനകത്ത് ചേർന്ന് ചില ചെറിയ ചിന്തകൾ നമുക്ക് പറയാം. 1 കൊരിന്ത്യർ 6-ന്റെ 1 മുതൽ 11 വരെ. നിങ്ങൾ ഒരുത്തിന് മറ്റൊരുത്തിനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലേ? ലോകത്തെ നിങ്ങൾ വിധിക്കുന്നുവെങ്കിൽ ഏറ്റവും ചെറിയ സംഘത്തിലെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഐഹികകാര്യങ്ങളെ എത്രയധികം. എന്നാൽ നിങ്ങൾ ഐഹികകാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നു. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലേ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അത് അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്ന തന്നെ കേവലം പോരായ്മയാവുന്നു. അതിന് പകരം പ്രാപ്തിയുള്ള നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത്, നഷ്ടം ഏറ്റുകൊള്ളാത്തത്. അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരങ്ങൾക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലേ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാഴ്ചക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളെ തന്നെ അന്യായം ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കും. ഇവിടെ പൗലോസ് വ്യവഹാരം എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളും കോടതിയും അന്യായം ചെയ്യാനുള്ള ചിന്തയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. വ്യവഹാരം അഭക്തരുടെ മുമ്പിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് സഭയിൽ തീർക്കണം. അതാണ് പറയുന്നത്. അഭിപ്രായ ഭിന്നതകൾ സഭയ്ക്ക് പുറത്ത് പോകുന്നത് ശരിയല്ലെന്നാണ് പറയുന്നത്. വ്യവഹാരം അഭക്തന്മാർ, അവിശ്വാസികൾ, അവർ വിശ്വാസികളുടെ കാര്യമെടുത്ത് അവർ പരിഹാരം ഉണ്ടാക്കുന്നത്. എന്നാൽ ജാതികളുടെ ഒരിക്കൽ പോയി ശരണം പ്രാപിക്കുന്നതിന് പൗലോസ് അപലപിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ആവശ്യം, നമുക്കൊരു തർക്കമുണ്ടെങ്കിൽ അത് സഭയിൽ തന്നെ തീർക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു കേസ് ഭക്തന്മാരുടെ പോയി വ്യവഹാരം കേസ് വിഗ്രഹാരാധികളുടെ കോടതിയിൽ, അതാണ് അഭക്തന്മാരെന്ന് പറയുന്നത് വിഗ്രഹാരാധികൾ, അവരുടെ കോടതിയിൽ ഹാജരാക്കുന്നത് സഭയിൽ തന്നെ ന്യായപ്രമാണത്തെ ദുഷിക്കുന്നതിന് തുല്യമായി യഹൂദന്മാർ കരുതി. ജാതികളുടെ ഒരിക്കൽ പോയി അതുകൊണ്ട് അന്യോന്യം കേസ് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം പുറം ജാതികളായ ജഡ്ജികളുടെ മുമ്പിൽ കേസിന് പോയത് മിക്കവാറും ഗ്രീക്കുകാരായിട്ടുള്ള ക്രിസ്ത്യാനികളായിരിക്കും. കാരണം യഹൂദന്മാരത് കഴിവതും ചെയ്യത്തില്ല, ഗ്രീക്കുകാരായിട്ടുള്ളവരായിരിക്കും അത് പോയിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസിലൂടെ പറയുന്നത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇത് യഹൂദ മതത്തിൽ നിന്നുള്ളൊരു ആശയമാണ്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നുള്ളത്. ദാനിയേൽ 7:21 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുകയും വിധിക്കും എന്നുള്ളത്. വാക്കുന്ന കാലം വരികയും ചെയ്യുവോളം അവിടെ എഴുതിയിട്ടുണ്ട് വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുന്ന സമയം. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കും എന്നുള്ളത്. സങ്കീർത്തനത്തിലും ഉണ്ട് ഇതേ വാക്യം. ഇതുപോലൊരു റെഫറൻസ് കൈവശമാക്കുകയും പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനം 149 7-8 വാക്യങ്ങൾ. അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. അന്നേരം ഈ പ്രതികാരവും ശിക്ഷയും ഒക്കെ നടത്താനായിട്ട് ദൈവം വിശുദ്ധന്മാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. വിധിക്കുന്നതിൽ വിശുദ്ധന്മാർക്കുള്ള പങ്കിനെ കുറിച്ച് ഈ അധ്യായത്തിൽ 6 പ്രാവശ്യം പറയുന്നുണ്ട്.
ഒക്കെ നടത്താനായിട്ട് 2-ാം വാക്യത്തിൽ നേരത്തെ വായിച്ചു, 3-ാം വാക്യത്തിൽ വായിച്ചു. ബന്ധിക്കേണ്ടതിന് ഇനി 9-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, 15-ാം വാക്യത്തിലുണ്ട്, പിന്നെ അതുപോലെ 16-ാം വാക്യത്തിലുണ്ട്, 19-ാം വാക്യത്തിലുണ്ട്. വായിച്ചു ഈ വാക്യങ്ങളിലൊക്കെ തന്നെ വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് ഉള്ള പങ്ക് വിധിക്കുന്നതിനെ ഉള്ള കുറിച്ച് പറയുന്നുണ്ട്. ഇതിലുണ്ട് വിശ്വസ്തരായ കർത്തദാസന്മാർക്ക് ഭാവിയിൽ 16-ാം ഭരണാധികാരം കിട്ടും എന്നുള്ള റെഫറൻസും ഉണ്ട്. അതുപോലെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ അധികാരം പ്രാപിച്ച മനുഷ്യപുത്രന്റെ സഹകാരികളായ 16 വിശുദ്ധന്മാർ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇതും ബൈബിളിലെ റെഫറൻസ് ഉണ്ട്. ഇത്തിരി റെഫറൻസ് ഉള്ളു. ഇതെല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല, എന്നാലും കുറച്ചെങ്കിലുമൊക്കെ വായിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ വായിക്കാം. ഭരണാധികാരം തരും എന്ന് പറയുന്ന കാര്യം നിങ്ങൾ 2 തിമോത്തിയോസ് 2:11 റെഫറൻസ് ഉള്ളു. നീ അവനോട് മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും പറയുന്ന കാര്യം നിങ്ങൾ അവനോടൊപ്പം വാഴാനായിട്ടുള്ള അധികാരം. ഈ വാക്യങ്ങളെല്ലാം കൂടെ ജീവിക്കുന്നതിലാണ് പ്രധാന വാക്യങ്ങളായതുകൊണ്ട് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കണം എന്ന് എൻ്റെ അവനോടൊപ്പം എൻ്റെ ഹൃദയത്തോട് പറയുന്നതുകൊണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2:26 വായിച്ച് കേൾപ്പിക്കണം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ ഹൃദയത്തോടെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം. വെളിപ്പാട് പുസ്തകം ജാതികളുടെ മേൽ അധികാരം വായിച്ച് കേൾപ്പിക്കണം. വെളിപ്പാട് പുസ്തകം 3:21 ഞാനത് വായിച്ച് കേൾപ്പിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോട് എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. സിംഹാസനത്തിൽ ഇരിക്കുന്ന ആരാ? ഭരിക്കുന്ന ആളാണ്. വായിച്ച് ഞാനും ജയിച്ച എൻ്റെ പിതാവിനോട് അവൻ്റെ സിംഹാസനം. ഹൃദയത്തോട് പറയുന്നതുകൊണ്ട് ഞാനത് ഇവരെല്ലാം തന്നെ അധികാരം ഉള്ള ഒരു വെളിപ്പാട് ദാസനെ കുറിച്ചാണ് പറയുന്നത്. ഈ മനുഷ്യരെയും ജീവികളെയും ന്യായം വിധിക്കുവാൻ അധികാരം ലഭിച്ച മനുഷ്യപുത്രൻ അവരുടെ സഹകാരികളായി ആണ് വിശുദ്ധന്മാരുള്ളത്. ദാനിയേൽ 7:10 1000 പേർ അവനെയും ശുശ്രൂഷ ചെയ്തു, 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ഇവിടെ ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഇത് അഗ്നിജാലയ്ക്ക് സമനായിട്ട് ഇരിക്കുന്ന ഇത് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന യേശുവിൻ്റെ വേറൊരു എന്താണ് പ്രതീകം, അല്ലെങ്കിൽ വേറൊരു രൂപമായിട്ട് ഇവിടെ കാണുന്ന ഒരു ന്യായവിസ്താരമാണ് ഇവിടെ കാണുന്നത്. 1000 പേർ അവന് അതിൽ തന്നെ ന്യായം വിധിക്കുവാൻ 7:27 രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിലെല്ലാമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ആകാശത്തിന് കീഴിൽ എല്ലാവരുടെ രാജ്യത്തിന് വിശുദ്ധന്മാരായ ജനം. അവിടെയും പറയുന്നു മനുഷ്യപുത്രനോടൊപ്പം വിശുദ്ധന്മാരും കൂടി ആകാശത്തിന് കീഴിലെല്ലാമുള്ള ഭരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. മത്തായി 19:28 ശിഷ്യന്മാരോട് പറയുന്ന എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രത്തിൽ 12 ന്യായം വിധിക്കും എന്ന് സത്യമായിട്ട് പറയുന്നു. അത് ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. അവര് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുവാണ്. മഹത്വത്തിൻ്റെ യേശുക്രിസ്തുവാണ് നമ്മളെ ന്യായം വിധിക്കുന്നത് ശരിക്കും. അത് റെഫറൻസ് ഉണ്ട്. യോഹന്നാൻ 5:27 അപ്പോസ്തല പ്രവൃത്തി 17:31 ഉണ്ട്. അപ്പോഴേ നമ്മൾ ഈ ലേഖനത്തിൽ ആവർത്തിക്കുന്ന ഒരു പ്രയോഗം, ചെറിയ സംഗതികളെ വിധിക്കാനായിട്ട് നമ്മൾ അയോഗ്യരാണോ? ഭാവിയിൽ വിശുദ്ധന്മാർ തീരുമാനിക്കേണ്ട വിഷയങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 17:30 ഓർക്കുമ്പോൾ ഈ വിധി പറയേണ്ട കാര്യങ്ങളൊക്കെ തുലോം നിസ്സാരങ്ങളാണ്. നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ആയുസ്സിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയും. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ദൂതന്മാരെ വിധിക്കും എന്ന് തിരുവെഴുത്ത്. നേരത്തെ ആളുകളെ വിധിക്കുന്നതിന് കൂട്ടത്തിൽ ഇപ്പം പറയുന്ന ദൂതന്മാരെ വിധിക്കാനുള്ള അവകാശം നമുക്കാണുള്ളത്. വീണുപോയ ദൂതന്മാരെ ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് യൂദ 6:2 പത്രോസ് 2:4 പറയുന്ന ഭാഗം നമ്മൾ ഇതുമായിട്ട് ചേർന്ന് ചിന്തിക്കുക. കൂട്ടത്തിൽ ദൂതന്മാരെ വിധിക്കാൻ അധികാരം പ്രാപിച്ച വിശുദ്ധന്മാർ ഇന്നത്തെ നിസ്സാര കാര്യങ്ങളെ വിധിക്കാനായിട്ട് പറ്റുകയില്ലോ. ഐഹിക കാര്യങ്ങൾ, അനുദിന ജീവിതത്തിലെ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒന്നാണ് നമ്മൾ ഇതുമായിട്ട് ചേർന്ന്.
അതുപോലെ തന്നെ വീണ്ടും താഴോട്ടുള്ള ഭാഗങ്ങളിൽ ഇന്നത്തെ നിസ്സാര കാര്യങ്ങളെ ഇത് തന്നെ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ജ്ഞാനിയൊന്നുമില്ല. ചെറിയ കാര്യങ്ങളിലെ പോലും വ്യവഹാരത്തിന് ജാതികളുടെ ഒരിക്കലേക്ക് പോകാനായിട്ട് നിങ്ങൾ എന്തിനാണ് തുനിയുന്നത്? നിങ്ങളുടെ ഇടയിൽ ഇതുവരെയും അങ്ങനെ ഒരു ബുദ്ധിയുള്ളവരെ ജ്ഞാനികളില്ലേ എന്ന് ചോദിക്കുന്നു. പോലും വ്യവഹാരത്തിന് 5 തൊട്ടുള്ള വാക്യങ്ങളെല്ലാം ജാതികളുടെ ഇത് തന്നെയാണ് പറയുന്നത്. 5, 6 അങ്ങനെ 8 ഇതെല്ലാം തന്നെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? നിങ്ങളിലെ ഉള്ള ജാതികളുടെ വ്യവഹാരത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. വിശ്വാസികളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകുന്നത് തന്നെ തെറ്റാണ്. അത് നമുക്കറിയാം. വിശ്വാസികളുടെ ഇടയിൽ വ്യവഹാരം ഉണ്ടാകാൻ പാടില്ല. അവർ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ സഭയിൽ അത് പ്രശ്നം പരിഹരിക്കണം. അതിന് അവിശ്വാസികളുടെ കൂടെ പോയി അവരുടെ മുമ്പിൽ പോയി നിൽക്കുന്ന സാക്ഷ്യത്തിന് കളങ്കമാണ്. ഇവരെയും അങ്ങനെ ബിബ്ലിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ വരെ കോടതിക്ക് എടുക്കേണ്ടി വരുന്നു എന്നവർ പറയുമ്പോഴേ അതിനകത്തുള്ള പ്രസക്തി എന്താണ്, എന്ത് പോരായ്മയാണ് പോയി നമ്മൾ മനസ്സിലാക്കുക. അത് യേശുവിൻ്റെ മാതൃകയാണ് പൗലോസ് ഇവിടെ മനസ്സിൽ വെച്ച് പറയുന്നത്. അതുകൊണ്ട് അന്യായം, നഷ്ടം എന്നിവ ആണ് അനന്തരഫലമായിട്ട് ഈ വ്യവഹാരത്തിന് വരുന്ന അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും യേശുവിൻ്റെ മാതൃകയാണ് അവർക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം. അത് മാത്രമല്ല, ആ നഷ്ടം എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ തന്നെ ഈ നഷ്ടത്തിന് ഇരയാകുമ്പോഴേ യേശുക്രിസ്തു പ്രവർത്തിച്ച നമ്മളോട് കാണിച്ച സ്നേഹം എന്ത് വാല്യൂ ആണ് അതില്ലാതെയായി പോകുന്നതായിട്ട് കാണണം. അത് മാത്രമല്ല, അതുകൊണ്ട് ദൈവരാജ്യം അങ്ങനെയുള്ളവരെ ഇങ്ങനെ ഈ അന്യായം ചെയ്യുന്നവരൊന്നും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും പറയുന്ന വാക്യമാണ് 9ഉം 10ഉം വാക്യങ്ങളിൽ പറയുന്ന നഷ്ടം. അതിനകത്തൊരു ലിസ്റ്റ് അതിൽ പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇത് അങ്ങനെ പറയുന്ന കുറേ പേരുകളുണ്ട്. അവരൊന്നും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും പറയുന്നുണ്ട്. ഇവിടെ കുറേ പാപങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധേയമാണ്. അത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. കുറേ പേരുകൾ: വിഗ്രഹാരാധനം, വ്യഭിചാരണം, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, അങ്ങനെ പറയുന്ന കുറേ പേരുകൾ. നേരത്തെ ഇതെല്ലാം പറഞ്ഞാണ്. ഈ വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ, ഇതെല്ലാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. ഇങ്ങനെയുള്ളവരൊന്നും ദൈവത്തിൻ്റെ രാജ്യം അവകാശമാക്കില്ല. ഇങ്ങനെയുള്ളവരൊക്കെ ദൈവരാജ്യത്തിൽ ചെന്നുള്ള സ്ഥിതി എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ദൈവരാജ്യം പറയുന്നതാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ ലേഖനങ്ങൾ കാണുന്ന ഒരു നിർദ്ദേശം, ഇങ്ങനെയുള്ള 10 ദോഷപ്രവർത്തികൾ ആലോചിച്ച് നോക്കി. അത് എടുത്തു പറയുകയാണ്. അവിടെ വിഗ്രഹാരാധികൾ ഉണ്ടായിരുന്നു. കോരിന്തിലെ ഏറ്റവും വലിയ കെട്ടിടം തന്നെ പ്രേമദേവതയായ അഫ്രോഡൈറ്റിൻ്റെതായിരുന്നു. അവിടെ വിഗ്രഹാരാധനയും സദാചാര ബോധരാഹിത്യവും ഒരുമിച്ച് വളർന്നുകൊണ്ടായിരുന്നു. കോരിന്തിലെ കെട്ടിടം തന്നെ മനുഷ്യന് ആദ്യം വിഗ്രഹം, ദേവതയെ വണങ്ങാൻ തുടങ്ങും. പിന്നെ ക്രമേണ ദേവതയല്ല വിഗ്രഹത്തെ തന്നെ വണങ്ങും. അതുപോലെ അവിടെ കള്ളന്മാരുണ്ടായിരുന്നു, പിടിച്ചുപറിക്കാരുണ്ടായിരുന്നു. അവരുടെ മധ്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ദേവതയെ കോരിന്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിലെ അന്തേവാസികളായിട്ട് അനേകം അഭിസാരികളും ഉണ്ടായിരുന്നു. അവരും കൂടെ കൂടിയാണ് ജീവിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഇപ്പം ജീവിച്ചിരുന്നത്. ലൈംഗിക മ്ലേച്ഛത, ദേവതയെ ആരാധന, പിടിച്ചുപറി, കള്ളം, പിന്നെന്താണുള്ളത്, സ്വയംഭോഗികളായിരുന്നു അന്ന് റോമ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. പുരുഷ വേശ്യവൃത്തിയും അന്നത്തെ ഗ്രീക്ക് റോമൻ ജനസമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഇന്നും യാതൊരു കുറവുമില്ല കേട്ടോ. അതിന് അന്നത്തെ 15 റോമൻ ചക്രവർത്തിമാർ, ഞാനതിങ്ങനെ വായിച്ചിട്ടുണ്ട്. 15 റോമൻ ചക്രവർത്തികൾ 14 പേരും സ്വർഗ സംഭോഗം ചെയ്യുന്നവരായിരുന്നു. അന്നത്തെ പ്ലേറ്റോ പ്രസ്താവിച്ച പ്രത്യേകതയായിരുന്നു. ഇന്നും യാതൊരു കുറവുമില്ല കേട്ടോ. നീറോ ചക്രവർത്തി, റോമൻ അതിൻ്റെ പേരെന്താണ്? നീറോ ചക്രവർത്തി സ്പോറസ് എന്നൊരു യുവാവിനെ വൃക്ഷഛേദം ചെയ്ത് കൂടെ പാർപ്പിച്ചു. യാതൊരു കുറവുമില്ല കേട്ടോ. പിന്നീട് സകല രാജപ്രൗഢിയോടും കൂടെ നീറോ അവനെ വിവാഹം ചെയ്ത് കൊട്ടാരത്തിൽ ഭാര്യയായി താമസിച്ചു. അതുകൊണ്ട് ഈ ജെൻഡർ ഇഷ്യൂക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴല്ല, തുടങ്ങി അന്നേ ഉണ്ടായിരുന്നു. നീറോയ്ക്ക് പിൻഗാമിയായി വന്ന ഓത്തോ ചക്രവർത്തി ഈ സ്പോറസിനെ കൈവശപ്പെടുത്തിയായിരുന്നു ആദ്യം ചെയ്തത്. അവൻ ഭയങ്കര മിടുക്കനായിരുന്നു തോന്നല്ലേ സ്പോറസ്. അവനെ കൈവശപ്പെടുത്തി. സ്പോറസ് റോമ സാമ്രാജ്യത്തിന്റെ അധിപത്യത്തിന്റെ ഒരു കാരണം ഇതാണെന്ന് ഡാനിയൽ ബൈബിളിലെ രാജപ്രൗഢിയോടും കൂടി ഞാൻ
ഇത്രയും വാക്യം അവിടെ നിർത്തുകയാണ്. നമ്മുടെ സമയം ഇവിടെ തീർന്നുകൊണ്ട് 11 തൊട്ട് നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. 10 വരെയാണ് നമ്മളിന്ന് ചിന്തിച്ചത്. നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള ദുഷിച്ച ആചാരങ്ങളും പ്രമാണങ്ങളും അതുപോലെ സഭയിൽ നിലനിന്നാണ് കേസ് കൊടുപ്പും വഴക്കും. ഇന്ന് തന്നെ സഹോദരങ്ങൾ തമ്മിൽ അന്യോന്യം കേസാണ്, സഭകൾ തമ്മിൽ കേസാണ്, സ്ഥലത്തിന് തമ്മിൽ കേസാണ്. ഇതൊക്കെ സഭയാണ്. യൂണിവേഴ്സൽ ചർച്ച്, ദൈവത്തിൻ്റെ യേശുവിൻ്റെ ശരീരമാകുന്ന മടവാട്ടി സഭ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മ്ലേച്ഛത തോന്നുകയാണ്. ഇതൊക്കെ എന്ത് സഭ? എന്നിട്ട് സ്വർഗനാട്ടിലൻ പ്രിയൻ സ്വന്തം വീട്ടിൽ ചേർന്ന് എന്നുള്ള പാട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ് മടവാട്ടി സഭ. എന്നിട്ട് കേസാണ്, സഹോദരനായിട്ട് കേസ് കൊടുത്തിട്ടായിരുന്നു പാടുന്നത്. ഞാൻ ബാക്കിയൊന്നും പറഞ്ഞു. ചർച്ച് ഡിസൈഡ് ചെയ്യാം. ദൈവം ഇങ്ങനെയുള്ളവരൊന്നും ഒരു കാലത്ത് അങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ കയറി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അല്ലേ? ഞാൻ തമാശയ്ക്ക് പറയുന്നെങ്കിലും അവനെ കൈവശപ്പെടുത്തി. ഇന്നത്തെ ഒരു ഡീഗ്രേഡ് സമൂഹത്തിൻ്റെ ചിത്രീകരണമാണ്. അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു, ഇനിയും ഈ ലോകം ഒരു 100 വർഷം കഴിഞ്ഞാലും ഇതുപോലെ ഉണ്ടാവും അല്ലേ? ഉണ്ടെങ്കിൽ കർത്താവ് വന്നില്ലെങ്കിൽ ഒന്നും പറയുന്നില്ല നിങ്ങൾ ബാക്കി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ദൈവമേ വിശുദ്ധിയോട് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ വ്യവഹാരം കൊടുക്കാനായിട്ട് അവിശ്വാസിയുടെ മുമ്പിൽ പോയി തീരുമാനം എടുക്കാനോ അല്ല. കർത്താവ് വന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരനോട് പറഞ്ഞു തീർക്കുവാൻ, കർത്താവിൽ ക്ഷമിപ്പാൻ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറിപ്പോകുവാൻ കർത്താവെ ഇതിൻ്റെ വചനത്താൽ അടിനെ ശക്തീകരിക്കണമേ എന്നൊക്കെ കർത്താവ് വന്നില്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഇങ്ങനെയുള്ള നീക്കുപോക്കുകൾ ഇനിയും വന്നിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് ഇതിൻ്റെ വചനത്താൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുക. ബാക്കി സഹോദരനോടുള്ള കേസ്, ഭാര്യയോടുള്ള കേസ്, ഭാര്യ ഭർത്താവിന് കേസ് കൊടുത്തിരിക്കുക, മ്ലേച്ഛത, ലൈംഗികത, ഭാര്യയോടുള്ള കേസ്, ജെൻഡർ ഇഷ്യൂസ്, ഇതെല്ലാം ദൈവം മാറ്റിക്കളയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം. ഏതൊക്കെ പ്രയാസങ്ങളാണെന്നോ ഞങ്ങൾക്കറിയത്തില്ല. ജീവിതത്തിലെ ദൈവം മാറ്റിക്കളയട്ടെ. പിശാചിൻ്റെ കെട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ ഈ ദിവസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് പൊട്ടിമാറി ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം നയിപ്പാൻ ജീവിതത്തിലെ കർത്താവെ സഹായിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കും. ദൈവമായ ഞങ്ങൾ പ്രത്യേകിച്ച് അവരെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങൾ നിന്റെ കരുണ, നിന്റെ കൃപ അവരെ ചുറ്റിക്കൊള്ളട്ടെ. അത് പൊട്ടിമാറി കർത്താവെ ഒരിക്കലും തന്നെ ദൈവരാജ്യത്തിലെ പ്രവേശനത്തിന് തടസ്സമായിരിക്കുന്ന ഒരു കാര്യം ചെയ്യുവാൻ ഞങ്ങളെ ഒന്നും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ പോലും അത് ചിന്തിക്കാൻ കർത്താവെ നീ ഇടവരുത്തണം. ആ രീതിയിലൊരു വിശുദ്ധിയിലെ കർത്താവ് ഞങ്ങളെ നടത്തും എന്നുള്ള വിശ്വാസത്തിലെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കും. നീ ഞങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ്, ഞങ്ങളുടെ വീണ്ടെടുപ്പാണ്. അത് ഞങ്ങളെപ്പോഴും ചിന്തിക്കാനായിട്ട് കർത്താവെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളെ ആരെങ്കിലും എന്നോട് ചേർന്ന് ഈ ദുർമാർഗത്തിൽ നിന്ന് മാറി വരുവാൻ പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവ് അവരോട് ഹേമിക്കുകയും അവരെ വിടുവിക്കുകയും ദൈവരാജ്യത്തിലേക്ക് നടത്തുകയും ചെയ്യണം. കർത്താവേ എല്ലാം തികഞ്ഞവരായി എന്നല്ല, ഈ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള വാഞ്ച ദൈവം മനസ്സിലാക്കി ദൈവം അതിൽ കൂടി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരെ വിടുവിക്കുക കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. നിങ്ങൾ ഫസ്റ്റ് സൺഡേയിലുള്ള മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മൊബൈൽ നമ്പർ അയച്ചു തന്നാൽ അതിൽ നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ്. പ്രേയർ റിക്വസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വ്യാഴാഴ്ച തോറും ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ടീമിൽ അത് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ ഉത്തരം കിട്ടിയാൽ നിങ്ങളത് ഞങ്ങളെ അറിയിച്ചാൽ സ്തോത്രത്തിന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ഫോൺ നമ്പർ വിളിച്ച് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച തോറും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ടീമിൽ അത് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. എന്ന് നിങ്ങളെ വാഞ്ച ദൈവം നിങ്ങളത് ഞങ്ങളെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറിയിച്ചാൽ സ്തോത്രത്തിന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ്. പ്രേയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച തോറും ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നിങ്ങളെ വാഞ്ച ദൈവം നിങ്ങളത് ഞങ്ങളെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അറിയിച്ചാൽ സ്തോത്രത്തിന് വേണ്ടി ജോയിൻ ചെയ്യിക്കുന്നതാണ്.